ഇതുപോലെയുള്ള അമ്മമാർ ഉള്ളപ്പോൾ നാണം കെട്ടവന്മാരെ, നിനക്കൊക്കെ രാഹുലിനെ തകർക്കുവാൻ സാധിക്കുമോ? സ്ത്രീ വിഷയങ്ങൾ ചാർത്തി സ്വന്തം പാർട്ടി ഉൾപ്പെടെ കൈവിട്ട് സംഘം ചേർന്ന് ഇതുപോലെ ശോഭകേട് ചെയ്യപ്പെട്ട, ആക്രമിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വം ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഇത്രയും ആരോപണങ്ങൾ നടത്തിയിട്ടും വ്യക്തിഹത്യ ചെയ്തിട്ടും സ്ത്രീ സമൂഹത്തിന്റെ ഉൾപ്പെടെയുള്ളവരുടെ സ്നേഹം 10 മടങ്ങ് വർദ്ധിപ്പിച്ച, മാറ്റ് 10 മടങ്ങ് വർദ്ധിച്ച മറ്റൊരു നേതാവ് ഈ കേരള ചരിത്രത്തിൽ ഉണ്ടോ? രാഹുലിനെ നശിപ്പിക്കുവാൻ കപ്പം കൊടുത്തവരും തകർക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരും ഈ 80 വയസ്സുകാരിയായ കുമ്പനാട് സ്വദേശി അന്നമ്മ ജോസഫിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇവിടുത്തെ അമ്മമാർക്കും സ്ത്രീകൾക്കും രാഷ്ട്രീയ ബോധമില്ല, ഇവന്മാരുടെ കള്ളക്കമട്ടങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, എല്ലാം അവർ തൊണ്ടതൊടാതെ വിഴുങ്ങും എന്ന് തെറ്റിദ്ധരിച്ച സതീശനും രമേശനും സരിതേശനും മിഷൻ 60യുടെ 4ാം ദിനത്തിൽ ഇത് ഞങ്ങൾ സമർപ്പിക്കുന്നു. i2i ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, അമ്മമാരുടെ പ്രതികരണങ്ങൾ. ഞാൻ അന്നമ്മ ജോസഫ് പൂനെയിൽ നിന്നൊരു റിട്ടയർഡ് നേട്ടനാണ് സംസാരിക്കുന്നത്. സതീശൻ കാണിക്കുന്ന അഹങ്കാരം ഭയങ്കര ഇതാണ്. അവൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ആണ് ഇത് ചെയ്യുന്നത്. പിണറായിയുടെ മാസപ്പടി പറ്റുന്നവനാണ്. അവരുടെ കൈയടിക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് രാഹുലിന് എടുത്തില്ലെങ്കിലുണ്ടല്ലോ, ഈ നെക്സ്റ്റ് ടൈമില് 26-ലെ ഇലക്ഷന് കംപ്ലീറ്റ് കോൺഗ്രസ് തട്ടിപ്പോകും. കാരണം എല്ലാവർക്കും അവിടെ ഈ കേരളത്തിലല്ല, ഇന്ത്യയിലുമല്ല, വെളിപ്രദേശങ്ങളിൽ ഞങ്ങളുടെ റിലേഷനും ഒക്കെ വേൾഡിലെ ഓരോ കാനഡ അമേരിക്കയിൽ ഫോൺ വരിക. അവർക്ക് ഹെഡിങ് വായിക്കാൻ അറിയത്തില്ല മലയാളം. അമ്മച്ചി എന്തുവായത്, കൊച്ചമ്മ എന്തുവായത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ i2i ഇത് വെബ്സൈറ്റിൽ നിന്ന് ഇതെടുക്കുക, അന്നേരം എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം അത്രയും നിങ്ങൾക്ക് മലയാളം ഇത് ചെയ്യാമല്ലോ. അന്നേരം അവരുടെ മലയാളം ഇവർക്കെല്ലാം ഇതറിയാം, പറയാനെല്ലാം അറിയാം, പക്ഷെ വായിക്കാനും എഴുതാനും അറിയത്തില്ല. അതുകൊണ്ട് എത്രയോ പേരുടെ ഫോണാണ് വരുന്നത്. കാരണം ഇതെന്തോ നന്ദി, ഒരു നല്ല മനുഷ്യൻ രാഹുലിനെ ഇങ്ങനെ ഇവർ ചെയ്ത് എന്താ? ഈ സതീശൻ ആരോടും ചോദിക്കാതെ എടുക്കാതെ പ്രസിഡന്റ് സണ്ണിക്കൊന്നും അറിയത്തില്ല. അതേസമയം സുധാകരനായിരുന്നെങ്കിൽ അത് നല്ല വിധത്തിൽ കൈകാര്യം ചെയ്തേനായിരുന്നു. സുധാകരൻ പിണറായിക്ക് ഒട്ടും അടിമയല്ല. അവനെ പോലുള്ള ഒരുത്തൻ കണ്ണൂരില് അവൻ മാത്രമായിട്ടാണ് സ്റ്റാൻഡിങ് ഫോർവേഡായിട്ട് നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഓടിച്ചേനമായിരുന്നു. അവനെ ഈ സതീശൻ അറിഞ്ഞോണ്ടാ ഓടിച്ചത്. കാരണം അവന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ പെണ്ണുമായിട്ട് സതീശന് ഭയങ്കര കണക്ഷനുണ്ട്. സതീശൻ ആ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തതാ നീ ചെയ്യുന്നേ. എന്നിട്ട് അവനിപ്പോ ഒരു വിരലിൽ കിട്ടിക്കൊണ്ട് ഞാൻ ആ ബോംബ് പൊട്ടിക്കും, ഈ ബോംബ് പൊട്ടിക്കും, മറ്റേ ബോംബ് പൊട്ടിക്കും, മറ്റേ ബോംബ് പൊട്ടിക്കുന്ന ചുമ്മാതാ. എന്തിനാണോ നമ്മളെല്ലാവരും അവനിലോട്ട് ശ്രദ്ധ പഠിക്കാനായിട്ടാണ്. അവനോ വെടിയാ പറയുന്നേ. പിണറായി ഇരുന്നുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടോ അവൻ കോൺഗ്രസുകാരെ ആക്ഷേപിച്ച് ചിരിക്കുന്നു. ലോകത്തിൽ മുങ്ങിപ്പോയ കപ്പന് അവൻ എങ്ങനെ മേലോട്ട് വരാൻ അവൻ ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. കാരണം അതുപോലെ അവന്റെ പേര് ഈ വേൾഡിലും ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെ എല്ലായിടത്തും മാറിക്കഴിഞ്ഞായിരുന്നു. അവൻ ആ ചിരിച്ചോണ്ട് വന്നിരുന്നോണ്ട് പറയുന്നത് അവന്റെ പകുതി ആൾക്കാരും പൊക്സോക്കേസിലും അത് ഇതും പെണ്ണുപിടിത്തത്തിന് എല്ലാമായിട്ട് നടക്കുന്നവന്മാരാ. എന്നിട്ട് ഈ അക്കലില്ലാത്ത സതീശൻ അവനെ രാഹുലിനെ എടുത്തില്ലെങ്കിലുണ്ടല്ലോ മൊത്തം അവൻ കോൺഗ്രസിനെ പാർട്ടിയെ തന്നെ നശിപ്പിക്കുക. അവന് ആക്ച്വലി ആരാ അവിടെ വേണുഗോപാല ഈ രാഹുലിനോടോ സോണിയയോടോ മറ്റേ പ്രിയങ്കയോടോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ല. കാരണം അവന്റെ ഉച്ചയിലക്കകത്ത് നടക്കുന്ന അവരുടെ അടുക്കളക്കകത്ത് നടക്കുന്ന വേണുഗോപാല അവനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. ഒരു കള്ള കഴിവേറി ഇവനെ ചെന്നിത്തല അവൻ ലോകത്തിന്റെ കാലുവാരി അവനാ എത്രയോ പോസ്റ്റ് കിട്ടിയിട്ട് ഈ കൊച്ചുങ്ങൾ അടികൊള്ളുന്നവർക്ക് ഒരു പോസ്റ്റ് മേളോട്ട് വരട്ടെന്ന് അവൻ വിചാരിക്കുന്നില്ല. അവൻ അവിടെ ഇരുന്നോണ്ട് ആ കള്ളന്റെ മുഖം അവൻ എപ്പോഴും വന്ന് മാധ്യമങ്ങളെ കാണും. 3-4 വർഷമായിട്ട് മാധ്യമങ്ങളെ കാണുന്നില്ല. അവന്റെ മുഖം കണ്ടാലേ അവൻ കള്ളൻ. അവൻ കോൺഗ്രസിനെ എല്ലാ പോസ്റ്റും കിട്ടി, അവന്റെ വീടും നന്നായി, അവന്റെ മക്കളും നന്നായി, എതും കഴിച്ചിട്ടും പിന്നെ അവൻ വന്നോണ്ട് NSSന്റെ അവിടെ പോവുകയും മറ്റേടത്ത് പോവുകയും മറിച്ചെടുത്ത് പോവുകയും ചെയ്യുന്ന എന്തിനാ?
ഈ അവനൊരു പോസ്റ്റ് പിന്നെ ഇത് വേണം, എന്തിനാ കോൺഗ്രസിനെ നശിപ്പിക്കാൻ? ആ ഉമ്മൻചാണ്ടിക്കാരനെ നശിപ്പിച്ചു. അവൻ ഒരുത്തനും അവനും ഈ സതീശനും എല്ലാം കൂടെ കൂട്ടുകെട്ടിയായത് അവരുടെ പ്രാക്കുണ്ടല്ലോ, അവരെല്ലാം കുടുംബമായിട്ട് സുസൈഡ് ചെയ്യാതിരുന്നത് അവരുടെ പ്രാക്ക് ഇവന്റെയൊക്കെ സംസ്ഥാനത്തിന്റെ മേൽ പോകും. അതുപോലായിരുന്നു നമ്മളെ പോലുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ഈ അപമാനം കേട്ട് കഴിഞ്ഞ് പോയി ചത്താൽ മതി എന്ന് പറയാം. പക്ഷെ ആ പെണ്ണുപിള്ള ഒരു ദൈവഭക്തിക്കാരത്തിയായിരുന്നു. അവൾ അതുകൊണ്ട് ആ ദൈവത്തെ മുറുക്കെ പിടിച്ചു. അവൾ പറഞ്ഞല്ലോ, ഞാൻ ആരെങ്കിലും എനിക്ക് വേണ്ടി സഹായിക്കുന്ന വരുമെന്ന് വേണ്ടിയിട്ട് ആരും വന്നില്ല. അയ്യോ, അതുപോലെ അവർ വിഷമിച്ചു. അതുപോലെ ഈ രാഹുലിനെ നശിപ്പിക്കാനായിട്ടാണ് BD സതീശൻ തുടങ്ങിയത്. ഇവനെ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോ ഇവൻ ഓർത്ത് എന്തുവാ സാറേ ഈ സതീശൻ ഓർത്തത് ഇവൻ ഇത് ഉടനെ സഡൻലി ചെയ്യുമ്പോഴത്തേക്ക് നാട്ടുകാരും വീട്ടുകാരും കേരളക്കാരും ലോകമെല്ലാം അവന് വേണ്ടി കൈയടിക്കുമെന്ന്. രാഹുലോ അവന്റെ പുറം കണ്ടാൽ അറിയാമല്ലോ സാറേ, അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. ഈ തെണ്ടി ഉടയാത്ത കപ്പടായി വിട്ടോണ്ട് ഡ്രസ്സ് വിട്ടോണ്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന് നിന്നോണ്ട് ചുമ്പാട് ഒരു വെള്ളി നീട്ടിക്കൊണ്ട് പറയുന്നതാണോ കാര്യം? ഈ കൊച്ചുങ്ങളെ അവന്റെ പുറം കണ്ടാൽ ഞങ്ങളെ പോലുള്ളവർ അമ്മമാർ, എനിക്ക് 50 വയസ്സുള്ള ഒരു തള്ളയാ സാറേ, ഞങ്ങൾ കരഞ്ഞവന്റെ പുറം കണ്ടപ്പോഴേ ഈ തെണ്ടി അവനെ ഒറ്റിക്കൊടുത്തല്ലോ. അവനെ വിളിച്ചിട്ട് രാഹുല ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, വലിയ പ്രശ്നമാകും, ഈ ഇങ്ങനത്തെ കേസ് ഭയങ്കരമാകും. ഇവൻ അവന് വക്കീലിന്റെ എന്തോ അറിയാം. ആ സുധാകരനായിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും രാഹുലിനെ ഇങ്ങനെ വിടത്തില്ലായിരുന്നു. ഒരു മുങ്ങിത്താഴാൻ പോകുന്നിടത്ത് അവനെ പിടിച്ച് കരകയറ്റത്തേ ഉള്ളായിരുന്നു. ഈ തെണ്ടിയാൽ ആക്ച്വലി കേരളത്തിൽ നിന്ന് ഓടിക്കണം സകല മനുഷ്യരും. ഇവൻ അഥവാ ഈ 26-ല് ഇതിനു വേണ്ടി പ്രചാരണത്തിന് വണ്ടിയെ കയറി വരുവാണെങ്കിൽ ലോകം അവനെ ആക്ഷേപിക്കണം. നീ ഇറങ്ങിപ്പോ, ഇവൻ ഇല്ലാതെ ഈ കൊച്ചുങ്ങൾ ചെയ്തോണം. ഷാഫിയുണ്ട്, ഇവനുണ്ട്, എത്രയോ പേരുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മോനുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് വാവളിക്കാതെ കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് വിചാരിക്കുന്നു. അവന്റെ തന്തയ്ക്ക് വേണ്ടി ചെയ്തൊന്നും അവൻ അറിയത്തില്ലയോ? അവൻ മുമ്പോട്ട് വരണ്ടേ? അവനൊന്നേ മലബാറിൽ മാത്രം പോയി ഏതായാലും ഇത് ചെയ്തു. അതുകൊണ്ട് ആ പയ്യൻ ജയിച്ചു. ഈ മുസ്ലിം ലീഗിനെയും കൂടെ കൂട്ടി നിർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസ് ഒന്ന് കരകയറാനായിട്ട് എന്നും പ്രാർത്ഥനയാ സാറേ. പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്തോ സാധിക്കും? എങ്ങനെയെങ്കിലും കോൺഗ്രസ് എന്ന് പറഞ്ഞേ. കാരണം പിണറായി അവന്റെ മുടിന്റെ ഭരണത്തിൽ നിന്ന് അവൻ താണു പോകണമെന്ന് ഓർത്തു. അവനെ പോലെ നാണം കെട്ടവൻ. അവന് വേണ്ടി ചെയ്തു, അവന്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു. കേരളം മൊത്തം നശിച്ചു കഴിഞ്ഞില്ലേ? ഒരു മനുഷ്യർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലായിപ്പോയില്ലേ? എന്നിട്ട് ഈ സതീശനെ നാണമില്ലേ? പിണറായിയുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവനങ്ങനെ ചെയ്ത പെണ്ണുമായിട്ട് കുടിക്കണ്ടേ? ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ലെന്നാ. എഡ്യൂക്കേറ്റഡ് മനുഷ്യർക്ക് മനസ്സിലാകത്തില്ലേ? ഈ നാറിയെ പോലുള്ളവൻ, ഈ സതീശൻ നാറിയെ പോലുള്ളവൻ അവനോർത്തേണ്ട എല്ലാവരും കൈയടിക്കുമെന്നോ? അവനെ ഞങ്ങളെ പോലുള്ളവർ ജയിലിൽ പോയി ശിക്ഷ അനുഭവിച്ച് ആ ജയിലിൽ കിടന്നു അടിച്ചാലും ഞങ്ങൾ അടുത്തല്ലാതെ കാരണം കുട്ടിക്ക് 2 കൊടുത്തേനമായിരുന്നു. ഈ തെമ്മാടിത്തരം കാണിച്ചേന് പാവപ്പെട്ട ചെറുക്കനെ അവന്റെ തള്ള എന്തോ ആയിരിക്കും ചെയ്യില്ല. അവന്റെ കയ്യിൽ നിന്ന് ഒരു കുറ്റം വന്നേന്ന്. ഒരു കുറ്റം വരാത്ത ആരാ? നമ്മുടെ വീടുകളിലെ കൊച്ചുങ്ങൾ എന്തെങ്കിലും കുറ്റം കാണിച്ചാൽ നമ്മൾ അവരെ അങ്ങ് ഓടിച്ചു വിടുവാന്നോ? ഇപ്പോഴത്തെ കാലത്ത് ഈ കൊച്ചുങ്ങൾ കാണിക്കുന്ന ഓരോന്നൊക്കെ കണ്ടാലോ നമ്മളവരെ ചേർത്ത് പിടിക്കാൻ നോക്കും. 4 മനുഷ്യർ അറിയാതിരിക്കാൻ നോക്കും. അയൽവക്കത്തുകാരെ പോലും അറിയിക്കത്തില്ല. എന്റെ മോനെ അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് 50 വയസ്സുള്ള ഒരു മോനുണ്ട് സാറേ. എനിക്ക് ആ രാഹുലിനെ കാണുമ്പോൾ സങ്കടമാ. ഞാൻ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതിരുന്നു ഈ കാണുന്നപ്പോട്ട്. ഇപ്പൊ രാവിലെ ആ സാറ് പറഞ്ഞു കേട്ടില്ലേ, ആ മനുഷ്യൻ ഇപ്പം അവിടെ ഇതിനകത്ത് പറഞ്ഞില്ലേ, ഞാനൊരു കോൺഗ്രസിന്റെ ഇതിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്റെ പോസ്റ്റ് പോയാലും ഒന്നുമില്ലെന്ന്. അങ്ങനെ യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥത്തിലുള്ളവർ, ഈ ഇതിനോട് കൂടി നിൽക്കുന്നവർ അങ്ങനെ ഒന്നയാൾ പറയുന്ന റിട്ടയർഡ് ടീച്ചറായിട്ട് സംസാരിച്ചത് ഞാനത് കണ്ടപ്പോൾ ഞാൻ തുറന്നില്ല, ന്യൂസ് കാണാൻ തുറന്നില്ല, ഏഷ്യനെറ്റും കാണത്തില്ല. നിങ്ങളുടെ അയ്യോളം കണ്ടോടോളോടെ തിരിച്ചത് നേരം പറ്റി ഞാനിപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ എളുപ്പം ചെന്ന് സാറിന്റെ ഇതാ നോക്കിയപ്പോൾ ആ റിട്ടയർഡ് ടീച്ചറെ പറയുന്നു. അതിൽ പറഞ്ഞ എല്ലാം സത്യമല്ലേ? അത് പറഞ്ഞില്ല എന്റെ പോസ്റ്റ് പോയതൊന്നുമില്ല. സത്യം ആ പോസ്റ്റ് പോയത് എന്തുവാ? ഞങ്ങളെ പോലുള്ള അടുത്താലും ഇവനെ ഇച്ചിരി ദൂരേലും നിന്നൊന്ന് കണ്ടി നീ ഇറങ്ങിപ്പോടാ, നീ ആ കോൺഗ്രസിനെ നശിപ്പിക്കാതെ അനേകരുടെ രക്തം വീഴ്ത്തിയ ഇതാണ് രാഹുൽ ഗാന്ധി. തെക്കോട്ട് വടക്കുവരേയും പോയി മോഡിയുടെ ഇത് പറഞ്ഞു അവൻ എങ്ങനെയും അവന് ഒരു രാജകുമാരനായിട്ട് താമസിക്കുന്നവൻ. അവന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കോടാനകോടി നെഹ്റുവിന് ഇന്ത്യ മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവൻ പോയി കിടന്നുകൊണ്ട് കാറ്റും വെയിലും കൊണ്ട് ഓടി കിടക്കുക. എങ്ങനെ
ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്നിട്ട് ഈ തെണ്ടി ഇത്രയും നാളും ജീവിച്ചേച്ച് കോൺഗ്രസിന്റെ ഇത് ചെയ്തിട്ട് അവന് പിണറായിക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്നു. പിണറായി വന്നിരുന്നു ചിരിച്ചോണ്ട് ആക്ഷേപിച്ചോണ്ട് ആ തെണ്ടിക്കൊരു വേട് പറയാൻ വന്നില്ല. ഇവന് തലേ ദിവസം ഉണ്ടല്ലോ എല്ലാരും പറഞ്ഞ് കേസില്ലെന്ന് പറഞ്ഞേനെ. പിണറായി സാറേ ഞങ്ങൾക്കൊക്കെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഉള്ളവരാ. അപ്പൊ ഞങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ഇതിനകത്ത് ഹൃദയത്തിലോട്ട് സംഭവിക്കുമ്പോഴേ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാവും. അവൻ എല്ലാരും പറഞ്ഞില്ല കേസില്ലെന്ന് പറഞ്ഞേനെ. ഈ സതീശൻ പിണറായിയെ കുത്തിപ്പൊക്കിയിട്ട് വന്ന് മാധ്യമങ്ങളെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. പിന്നെ പോലീസ് മേധാവിയോട് പറഞ്ഞു ഇതെടുക്കാനായിട്ട്. അതിന്റെയൊക്കെ ആവശ്യം എന്തുവാ? ഇവൻ പറഞ്ഞു കൊടുത്തിട്ട് അല്ലെ അവൻ മുഖം അടച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിലേക്ക് നടക്കണം. അവന്റെ തലയ്ക്ക് മീതെ അവന്റെ പാർട്ടിയിലെ ആൾക്കാരുടെ പോസ്റ്റോ ഇത് നടക്കുക. അന്നേരം അവനെങ്ങനെയാ പറയുന്നത്? അവരും പറയാൻ പറ്റത്തില്ലല്ലോ. അവൻ പറഞ്ഞറിയാം. പിന്നെ മനുഷ്യർ കുത്തും. മനുഷ്യരാരും പൊട്ടന്മാരല്ല. ഇവന്മാരുടെയൊക്കെ സതീശന്റെ വിചാരം സതീശൻ ഒരു ഉംഗ്ലിയിൽ നീട്ടിക്കൊണ്ട് ഞാനിപ്പം ബോംബ് പൊട്ടിക്കും. കൃഷ്ണകുമാറിന്റെ എന്തോ ബോംബാ 5-10 വർഷം മുമ്പ് ഞാൻ റെമിറ്റ് നടന്ന അതൊക്കെ തേഞ്ഞു മാറി ഒന്നുമില്ലാതെ പോകും. കാരണം അയാൾ ഓൾറെഡി പേപ്പറും എല്ലാമായിട്ടാണ് സമക്ഷത്ത് വരുന്നത്. അവനൊന്നും ഞാൻ ബോംബ് വെച്ചിട്ടില്ല. എന്തിനാ നമ്മളൊക്കെ ഓർക്കുന്ന ഈ സതീശനെ ഏതാണ്ട് ചെയ്യുവാണ്. ആ പെണ്ണിയെ ദൂരെ നിന്നാണെങ്കിലും കല്ലെറിയണം. അവന് പ്രചാരണത്തിന് വല്ലതും വിട്ടെങ്കിൽ അവന്റെ പുറകുള്ള ആൾക്കാർ ഞങ്ങൾക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഓരോട്ടൊന്നും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. രാഹുലിനെ ഉടനെ ആ പോസ്റ്റിൽ എടുപ്പിക്കണം. കോൺഗ്രസിന്റെ ഇതിനകത്ത് എടുപ്പിക്കുകയും വേണം. അവൻ ജനങ്ങളുടെ മധ്യം എന്ന് പറയണം ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി അതുകൊണ്ടാണെന്ന്. അല്ലെങ്കിൽ അവനെ പറവൂരുകാരുണ്ടല്ലോ നോട്ടായിട്ട് ചെയ്യത്തേ ഉള്ളൂ. മറ്റേ നാശങ്ങൾക്കും ചെയ്യത്തില്ല. കാരണം ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ ആൾക്ക്. അത് 1000 10,000 ആൾക്കാർ പറയും പറവൂരുകാർ ഓരോട്ട് ഇവന് കൊടുക്കത്തില്ല കോൺഗ്രസിന്റെ. അവർ വോട്ട് ചെയ്യാനും പറഞ്ഞ വീട്ടിൽ ഇരിക്കരുത്. കാരണം അത് നോട്ടായി ചെയ്തേച്ച് പോകണം. കാരണം ഇങ്ങനത്തെ പെണ്ടികളെ നമ്മൾ കൊടുത്ത് ഈ വോട്ട് കൊടുത്ത് ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ അവൻ കമ്മ്യൂണിസ്റ്റിന്റെ അവന്റെ ഒരു കാര്യം കോൺഗ്രസിന്. കാരണം കോൺഗ്രസിന്റെ എല്ലാം അവൻ ബ്യൂട്ടിക്കാരനെ പോയി കേസ് എനിക്ക് അങ്ങോട്ട് വന്ന് ഉങ്കുളിയും പൊക്കി നിൽക്കുന്നത് ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ അവൻ വചനം പറഞ്ഞപ്പം വളരെ നല്ല അഭിപ്രായമായിരുന്നു. കാരണം ഈ ഹിന്ദുവായ മനുഷ്യൻ വചനം പറയുന്നു. അവന്റെ PA ഉണ്ടല്ലോ ഒരു വലിയ പാസ്റ്ററിന്റെ അണ്ടറിൽ പഠിച്ചവനാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ വചനം പറയുന്നത്. ഒരു എന്താ സജി പാസ്റ്റർ ഒന്നാണ്ട് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും യൂട്യൂബിനകത്ത്. ആ പാസ്റ്ററിന്റെ അണ്ടറിൽ ഒരുപാട് നാൾ അയാളുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞു കൊടുക്കുന്ന ബൈബിൾ വചനങ്ങളും ഒക്കെ ഇവൻ പറയുന്നത് എന്തിനാ ക്രിസ്ത്യാനികളെ പോയി വശത്താക്കാൻ വേണ്ട. തെണ്ടിനെങ്കിൽ ആദ്യം നീ മര്യാദ പഠിക്കടാ. നീ നിൽക്കുന്ന കാല് സ്ഥിരമായി നിൽക്കാൻ നോക്കടാ. 2 തോണി കാലി എവിടെയാ നീ താഴോട്ട് പോകത്തേ ഉള്ളെന്ന് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ വിലയും പോയി ഇലയും പോയി. ആ അൻവർ പന്താസിനെ മാറ്റിയത് കൊണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ സാറിന്റെ പ്രോഗ്രാം കാണും. അതില്ലാത്തപ്പം വേറെ കാണും. അൻവറിനെ മാറ്റിയത് മാത്രം അവനൊരു ജയമായിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്ത് നല്ലൊരു ഡിസിഷൻ അവൻ എടുത്തല്ലോ. ആ നല്ലൊരു ഡിസിഷൻ അവൻ എടുത്തല്ലോ എന്നവർക്ക് ഭയങ്കര. അതുകൊണ്ട് ആ മലബാറുകാരൻ ചെറുക്കൻ ജയിച്ചു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. TV 8 മണിക്ക് ഏഷ്യാനെറ്റുകാർ കാണിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ 7 മണിക്ക് എണീറ്റു വീട്ടിലെല്ലാം കഴിഞ്ഞേച്ച് ഇതിനകത്ത് നോക്കിയിരിക്കും യൂട്യൂബിനകത്ത്. എന്തിനാ അത് പറയുന്ന കേൾക്കാനായിട്ട്. അങ്ങനെ അവനൊരു അന്നേരം ഇവൻ അത് മാത്രം. കാരണം അൻവർ വന്ന ഇവൻ തലക്കയറുമെന്നറിയാം. സുധാകരൻ ഉണ്ടായിരുന്നോണ്ട് ഇവൻ പത്രത്തിലാണ്. അതുപോലെ അൻവറും ഇത് പത്രത്തില്ല. അതുകൊണ്ട് അവൻ നീക്കി. അല്ലാതെ കോൺഗ്രസിന് ചെയ്തതല്ല, ഒരു കരുണയും ചെയ്തതല്ല. അവന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവൻ ചെയ്യുന്നത്. ഇങ്ങനെയാണോ മനുഷ്യർ കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ടത്? ആക്ച്വലി സകല ജനങ്ങളും കൂടെ അവൻ ഇവനെ പ്രചാരണത്തിനോ ഇവന് ടിക്കറ്റും കൊടുക്കരുതെന്ന് പറയണമായിരുന്നു ഇവന്. പക്ഷെ ആരാ ഡൽഹിയിൽ പോയി ഇതൊക്കെ സാധിക്കുന്നത്? വലിയ ഇതെഴുതി അവർക്ക് അയച്ചാലും അവരൊന്നും വായിക്കത്തില്ല. അവര് മറ്റുള്ളവരെ അവരുടെ മറ്റന്മാരുടെ കയ്യിലും ഇവന്റെ കൂട്ടുള്ളവന്റെ കയ്യിലും കൊടുത്തു. അതുപോലെ തന്നെ വേണുഗോപാലിന്റെ ഭാര്യ യൂട്യൂബിനകത്ത് പറഞ്ഞു യോവനെയൊക്കെ പേടിക്കണമല്ലോന്ന്. അവൻ വേണുഗോപാലിന് ശരീരയുടെ കൂടെ എത്ര നാൾ നടന്നു? എന്തോ ആക്ഷേപമായിരുന്നു. അത് അവളെ കണ്ടില്ലയോ? അവൾ കണ്ടില്ലയോ? അവള് വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. വേണുഗോപാലിന്റെ ഭാര്യ ഒരു തടിച്ചു കൊണ്ടിരുന്നോണ്ട് പറയുന്നത് അയ്യോ ഇവരെയൊക്കെ പേടിക്കണമല്ലോ എന്ന്. എടീ നിന്റെ ഭർത്താവിനെ നീ പേടിച്ചില്ല? നീ കണ്ടില്ലയോ നിന്റെ ഭർത്താവ് സരിതയുടെ കൂടെ നടന്നു വന്നു? ഈ കേരളമല്ല, ഇന്ത്യ അല്ല, വേൾഡ് മൊത്തവും കണ്ടില്ലേ?
അവന്റെ മുഖം ഇത് അവനെ അടിയിക്കുന്ന തേങ്ങല്ലേ നടക്കുന്നേ. എന്നിട്ട് അവിടെ ഇങ്ങോട്ട് പറയുക പേടിക്കണമല്ലോന്ന്. നീ നാണമില്ലയോ നീ ഐക്യവായികം തുറന്നു നോക്കേ എന്താ മനുഷ്യർ പറയുന്നെന്നുള്ള കാര്യം. നിനക്ക് നാണമില്ല ഒന്ന് പറയാനായിട്ട്. അതുപോലെ തന്നെ ഉമാ തോമസ് മരണത്തിൽ നിന്ന് എണ്ണീറ്റോടെ ഈ റാഹുല് എന്തോ കട്ടുന്നൊരു കഞ്ഞിയും വെള്ളം കുടിക്കാതെ ഓടി നടന്നിട്ട് അവർക്ക് എന്തോ ഇതുള്ളത്. അവള് വന്നിരുന്ന് പറയുന്നു, ആ കൃഷ്ണ അവളെ പറയുന്നു. അതുപോലെ രമയുടെയും കാര്യത്തിന് ഈ കോൺഗ്രസ്സുകാർ മൊത്തം ഈ അവൾ തന്നെ പരിശ്രമിച്ചിട്ടാണോ അവളിൽ ഉണ്ടായത്? കോൺഗ്രസ്സുകാരുടെ പരിശ്രമം കൊണ്ടല്ലേ അവർ കൂട്ടുനിർത്തിയിരിക്കുന്നത്. അവളും പറയുന്ന ഉസ്മാൻ മേത്തച്ചിയും പറയുന്നു. മേത്തച്ചി ഇവളുമാർക്കൊന്നും ഇനി ഇവളുമാർ ജയിക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞവരൊന്നും ജയിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ രാഹുലിന്റെ പോസ്റ്റ് തിരിച്ചു കൊടുക്കണം, ആർക്കും കൊടുക്കരുതെന്ന് ജനങ്ങൾ പറയണം. ജനങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം രാഹുലിന്റെ പോസ്റ്റ് ആർക്കും കൊടുക്കരുത്. അബിൻ വർക്കിക്കാണ് സീനിയോറിറ്റിയെങ്കിൽ അബിൻ വർക്കിക്ക് കിട്ടുമല്ലോ. എന്നിട്ട് അവൻ അവിടെ അടിയുണ്ടാക്കുന്നു. നിന്റെ കൂട്ടത്തിലുള്ളവൻ നിന്റെ തോളോട് ചാരിയവൻ, നീ നിന്ന് മാധ്യമ പ്രവർത്തനത്തിൽ കുറഞ്ഞു പിന്നെ നീ കണ്ടവൻ, നീ അവൻ കാട് പോകുമ്പോ അവനെ താഴ്ത്തു വന്നോ കാടി ചവിട്ടി? അവനെ എങ്ങനെയെന്ന് പറയണം. നിനക്ക് എന്തായാലും പോസ്റ്റ് കിട്ടത്തില്ലേ? നീ സീനിയോറിറ്റി അനുസരിച്ച് യൂണിറ്റ് പോസ്റ്റ് ആ പെണ്ടി അവന് ഉടനെ മറ്റവരുടെ കൂടി അവിടെ ബഹളം ഇങ്ങനെ പോസ്റ്റ് കിട്ടാഞ്ഞിട്ട് അതിനെ കൊണ്ട് ഉടനെ ചെന്നിത്തല കാലുമാറി. ആ നായന്മാർ ഒരിക്കലും സാറേ ഞങ്ങൾ ചുറ്റും നായന്മാരുള്ളവരാ. നായന്മാരാരും ഇങ്ങനെ കാലുമാറുന്ന സ്വഭാവമില്ല. ചെന്നിത്തല പന്നനാ. നായന്മാരുടെ പേര് പറയാൻ പറ്റത്തില്ല. അവൻ ഓടി NSS പോകുന്നു, അവൻ ഓടി മറ്റേടത്ത് പോകുന്നു, അവൻ ഇത് പോകുന്നു. എന്നാ നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കും. നമ്മുടെ ഒരു കുഞ്ഞു വെള്ളത്തിൽ ഇരുന്നു കാട് വന്ന് നമ്മൾ നീന്തറിയാൻ വയ്യാത്തവരും എടുത്ത് ചാടുവല്ലേ അവരെ പിടിക്കാനായിട്ട്. അതോ പിന്നെ അവനെ അങ്ങ് ഇട്ട് ആരും ചാടാതെ നിൽച്ചു വന്നോ? ഉടനെ അബിൻ വർക്കി അവിടെ ബഹളം ഉണ്ടാക്കുന്ന എനിക്ക് ആ പോസ്റ്റ് വേണം. നീ അതുകൊണ്ട് അവിടെ നിൽക്കടാ. നീ ഒരു പോസ്റ്റ് കിട്ടിയാലും നീ അപ്പം മേളോട്ട് വരണ ജനങ്ങൾ വോട്ട് ചെയ്യണം. ജനങ്ങൾ വോട്ട് ചെയ്യാൻ എനിക്ക് പുക്കത്ത് കിട്ടത്തില്ലല്ലോ ഒന്നും തന്നെ. ജനങ്ങൾ വോട്ട് ചെയ്തോന്നല്ലേ നീയൊക്കെ ഇത് ഉടയാത്ത ഇത് വിട്ട് പാർട്ടിയുടെ പറ്റി നടക്കുന്നത്. അല്ലാതെ നിനക്ക് ചുമ്മാതെ വീട്ടിൽ നിന്നാ കിട്ടുമോ? ഉടനെ അവിടെ വഴക്ക്. അവരെ ചേർക്കണം, ഇവരെ ചേർക്കണം, എല്ലാം ചേർക്കണം. ഇതൊന്നും അല്ലാതെ ഈ കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോയിട്ട് നല്ല പിള്ളേരുണ്ട്, ഒത്തിരി എണ്ണമുണ്ട്. സാറിന് അറിയാവോ, ആ കുഴൽനാടനെ ഈ സതീശൻ അടക്കിയതാ. കാരണം അവൻ ഓരോ ദിവസവും ഈ പിണറായിയുടെ പുസ്തകങ്ങളെടുത്ത് മേളോട്ട് കൊണ്ടുവരുമായിരുന്നു. അവൻ ഒതുക്കിക്കളഞ്ഞു. മിണ്ടി പോകരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുഴൽനാടന്റെ ഇപ്പൊ പത്തായില്ല സാറേ. അവൻ എവിടോട്ട് പോയെന്നാൽ ഇന്നലെ ഞാൻ ഏതാണ്ടൊന്ന് പറയുന്നത് കേട്ടു. അവനും മര്യാദയ്ക്ക് മുമ്പോട്ടിറങ്ങി വരേണ്ടവനല്ലേ? ചാണ്ടി ഉമ്മൻ വരേണ്ടവനല്ലേ? അതുപോലെ തന്നെ ഷാഫി മാത്രമേ ഉള്ളൂ മത്സരിക്കാനായിട്ട്. ഷാഫി പണ്ടാരങ്ങളും നാശങ്ങളൊന്നും ചെയ്യാനേ കാര്യമായി. 2-3 ദിവസം മുമ്പത്തെ അവന്റെ ഇതിനു വേണ്ടി ഷാഫിക്ക് മാത്രമേ ഉള്ള റെസ്പോൺസിബിലിറ്റി. ഷാഫി മാത്രം നിന്നു. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാർ. അവൻ നെഞ്ചിലിരിച്ചു നിന്നു. അവനെ ഈ മണ്ണ് വാരി ഇടും, അവനെ കല്ലടിച്ചു, ഒന്നും നോക്കിയില്ല. അവൻ നേരെ നിന്നു. അവനെ അതുകൊണ്ട് ജനങ്ങള് ഈ 3.5 കോടി ജനങ്ങൾ തന്നെയല്ല വേറെ ലോകമെല്ലാം മാനിക്കുന്നവനെ. കേരളത്തിലെ ജനങ്ങളൊന്നും തന്നെയല്ല. കാരണം അവനൊക്കെ മുമ്പോട്ട് വരുമെന്നും കണ്ട് രാഹുലിനെ താഴ്ത്തിയ ശിവനെയൊക്കെ താഴ്ത്താനിരിക്കുമായിരുന്നു. അത് അതിന് പറ്റുമോ? മുസ്ലിം ലീഗ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അവരെ കൂടെ കൂട്ടി എങ്ങനെയായാലും ന്യൂനപക്ഷത്തെ ഒന്ന് രക്ഷിച്ചെടുക്കണ്ടേ? ഈ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഇവന്മാരെന്തൊക്കെയാ പറയുന്നത്? ഇവിടെ ജനിച്ചു വളർന്നവരെ പറയുക അവരിവിടുത്തെയല്ല, മറ്റേടത്തെയല്ല, മറിച്ചയിടത്തെയല്ല. പിന്നെ അവരെവിടുത്തെ ഈ തെല്ലിയുടെ വീട്ടിലെയാണോ? അവനൊക്കെ ഈ ഇന്ത്യയെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ അവൻ 5-10 വർഷം ആയപ്പോഴത്തേക്ക് അവനൊക്കെ തലമണ്ടേ കയറുക. ഇതുങ്ങളെല്ലാം ആക്ഷേപിച്ച് പരിഹസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തേ, ഇങ്ങനെ ചെയ്തേ, മറ്റേ ചെയ്തേ, മറിച്ച് ചെയ്തെന്നും കണ്ട് ഇതൊക്കെ കാണുമ്പം ഞങ്ങളെ പോലുള്ളവർക്ക് ഭയങ്കര വേദനയാ. ഈ സതീശന് ഒരിക്കലും നന്മ വരത്തില്ല. അവനിനി ആ ബൈബിളിന്റെ വചനം അവന്റെ വായിക്കൊടുക്കാനുള്ള ഇതില്ല അവന്. ഇനി അവന് സത്യസന്ധനല്ല. പിണറായിയുടെ മാസപ്പടി വെക്കുന്നവനാ. പിണറായിക്ക് വേണ്ടി ചെയ്തതല്ല. ആ പെണ്ണിനെ വിളിച്ച് കേക്ക് കട്ടിയത് അവളോട് പറഞ്ഞാൽ നീ കൊടുക്കേ. കാരണം രാഹുൽ ഇവന്റെ മേളിൽ കയറുമെന്നുള്ള ഇതുകൊണ്ട് തന്നെ അവളുമായിട്ട് ഇവന് വലിയ കണക്ഷനാ. അവരൊരു സ്ഥലത്തെ പറവൂരിലെയാന്ന് തോന്നുന്നത്. അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവന്റെ അവിടെ തന്ത കമ്മ്യൂണിസ്റ്റിന്റെ ഇത് മറ്റേ മറ്റേ എടുത്തതാന്ന് അതാ മറ്റേ മറിയാന്ന് പറയുന്നു.
ഇതൊക്കെ ഉള്ളവനെ ഇവൻ വിളിച്ചു കേട്ടപ്പോ ഇവൻ എത്ര തെമ്മാടിയായി സതീശൻ. സതീശൻ എത്ര തെമ്മാടിയാ. കേരളത്തിലല്ലയോ മനുഷ്യർ ഇവനെ കല്ലെറിയണം, അല്ലെങ്കിൽ ഇവൻ മര്യാദ പഠിക്കത്തില്ല. ഇങ്ങനത്തെയുള്ള മനുഷ്യരെ നമ്മുടെ കോൺഗ്രസുകാരുടെ സ്ഥാനത്തിരുന്നാൽ വലിയ ആക്ഷേപമാണ്. ഒരു ചെറുക്കൻ ജീവനും കളഞ്ഞ് ഓടി നടക്കുന്നവൻ എങ്ങനെയും കോൺഗ്രസ് എന്ന് വരാൻ ഈ ആക്ഷേപം അറിയാവോ? ഈ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ഓരോ കോൺഗ്രസുകാരൻ്റെയും നെഞ്ചത്ത് തട്ടുന്നുണ്ട്, അറിയാവോ? ദൈവമേ ഇതാണല്ലോ കേൾക്കേണ്ടി വന്നെ, ഇതാണല്ലോ കേൾക്കേണ്ടി വന്നെ. ഈ പിണറായി അവൻ മൊത്തം അവന്റെ പാർട്ടിക്കാരെ രക്ഷിച്ച് എല്ലാ സ്ഥലങ്ങളിലും അവന്റെ പാർട്ടിക്കാരെ കയറ്റി ഉദ്യോഗത്തിന് വെച്ചു. എത്രയോ കൊച്ചുങ്ങൾ അവിടെ കിടന്നോ സ്ട്രൈക്ക് ചെയ്ത് അവർക്കാർക്കും കൊടുത്തില്ല. ആശാവർക്കേക്ക് കഷ്ടപ്പെട്ട് അവർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ അവൻ തയ്യാറല്ല. അവൻ മുഴുവൻ സമ്പാദിച്ച് ദുബായിലും കാനഡയിലും അമേരിക്കയിലും വെച്ചിട്ട് അവളും അവന്റെ മക്കളുമായിട്ട് പോകും. പക്ഷെ അവൻ എവിടെ അനുഭവിക്കും? വേദവസ്വത്തിൽ പറയുന്ന പോലെ ഒരു പക്ഷി വേറുള്ളവരുടെ മുട്ടയെടുത്ത് എല്ലാം കൂടെ സവാരി ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ ഇവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവരുടെ ഇതല്ലെന്നും കണ്ട് അവർ പറന്നു പോകും. എന്താ പക്ഷിയുടെ പേര് ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ പ്രായമായതുകൊണ്ട് എനിക്ക് മിക്ക കാര്യങ്ങളും മറക്കുന്നുണ്ട്. അതുപോലെ ഇവന്റെ ഒരു പൈസ അവന്റെ മോനോ, ദുബായിലുള്ള മോനോ, അവരുടെ കൊച്ചുമോനോ, ഇവനോ, അവന്റെ മരുമോൻ ആരും കഴിക്കത്തില്ല. അതങ്ങനെ കാറ്റത്ത് സ്വർഗത്തിന് ദൈവം പറത്തിക്കളയാ പൈസകളുടെ. ഇവൻ അറിയുന്നില്ല, അവന്റെ കാലെല്ലാം അളിഞ്ഞു പൊടിഞ്ഞിരിക്കും. അവൻ പിന്നെ പുള്ളി പുറമേ നിട്ടോണ്ട് ഇങ്ങനെ വന്ന് ഇന്നലത്തെ അവന്റെ ആ മാധ്യമ പ്രവർത്തനത്തിൽ വന്നിരുന്ന് ചിരിച്ചോണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വലിയ വിഷമം. പോലുള്ള ഇതാ വന്നത്. കാരണം അവൻ ചിരിച്ചോണ്ട് അവനെ ഇവൻ സതീശൻ പറഞ്ഞ ഇത് ചെയ്തു, അല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കുമായിരുന്നു ഇത്രയും ദിവസവും. അവന്റെ ഓരോ വലിയവന്മാരും വന്നില്ല. ഉള്ളി അനിലും മറ്റേ അവന്മാര് ഉണ്ടല്ലോ 2 ഇതാണെന്ന് പറഞ്ഞുണ്ട്. അത് ഒരുത്തം പറയുന്ന ഇതാ വിട്ടിക്കവാ. പിന്നെ മറ്റേ ഒരുത്തനുണ്ടല്ലോ അവൻ പിന്നെ ഇത് പറയും, അല്ലാതെ ആരുമില്ല ഇത് ഇറങ്ങി ഇത് പറയാനില്ല. അപ്പോഴത്തേക്ക് ഈ കോൺഗ്രസിനകത്ത് എത്രയോ എഡ്യൂക്കേറ്റഡ്, എത്രയോ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും ഒക്കെ ആയ പിള്ളേർ എത്രയോ എണ്ണമുണ്ട്, എല്ലാം ഉണ്ട്. ഇവരുടെ ഇതിനകത്ത് ഒരു സംസാരിക്കാൻ പോലും അറിയാൻ വയ്യാത്ത. പക്ഷെ പിണറായി ഇങ്ങനെ കോഴികളെന്താ കുഞ്ഞുങ്ങളെ എല്ലാം ചിറകിന്റെ കീഴിലോട്ട് വെക്കുന്നുണ്ട് അവൻ വെച്ചുകൊണ്ടിരിക്കുക. അല്ലെ അവന്റെ 1/4 ആൾക്കാർ, ഒരു പകുതിയോളം ആൾക്കാർ മോശക്കാരാ. പിടിച്ചു പറിക്കുന്നു, മറിച്ച് ചെയ്യുന്നു, ട്രക്കും മറ്റേതും എല്ലാം കൊണ്ടൊന്ന് വിസ്തരിച്ച് അവർ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കി. അവനറിയാം ഇനി ഭരണം കിട്ടത്തില്ല, കോൺഗ്രസ് മേളി വന്നു കഴിഞ്ഞു. എന്നാലും അവന്റെ പേര് പോകാതിരിക്കാനായിട്ട് സതീശനെ പിടിച്ചതാ. സതീശനെ കല്ലെറിയും. അവൻ പ്രചരണത്തിനോ വല്ലത്തിനും പോയാൽ കേരളത്തിലെ സകല മനുഷ്യനും കല്ലെറിയും. കാരണം ചില യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ കല്ലെറിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ അടിച്ചാലും കുഴപ്പമില്ല. അന്ന് ഈ കൊച്ചിന്റെ പുറത്തെ അടി കണ്ടില്ലേ, ഷാഫിയുടെ ഇത് കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ഏറ്റവും പ്രിയപ്പെട്ടവന് ഒരറ്റം മുതൽ ഒരറ്റം വരെ ജനസമ്പർക്കം ചെയ്ത് മനുഷ്യരെ സഹായിച്ചവനെ കഷ്ടപ്പെടുത്തിയായിട്ട് ദീനം ഉണ്ടായത് തന്നെ ഇവൻ ഈ അപമാനം കൊണ്ടായിരുന്നു. സരിത അവളുടെ ക്യാൻസറായിട്ടോ അവളെ ദീനത്തെ പറയുന്നില്ല. അഭിനർച്ചയുടെ ആണോ ഏതിനകത്തോ ഞാൻ കണ്ടു. അവർക്ക് ട്രീറ്റ്മെന്റിന് പൈസ കൊടുക്കണം, വിജയാന്ന് വിളിച്ചതിനെ സോറി പറയണം. അവന്റെ അഭിനർച്ചയുടെ അമ്മയോട് സോറി പറയാം. അഭിനർച്ചയുടെ ഗ്രൂപ്പാന്ന് തോന്നുന്നു പറഞ്ഞു സരിതയ്ക്ക് ഇത് കൊടുക്കും. സരിതയ്ക്ക് കൊണ്ടുപോയി അവിടെ കൂടെ കിടന്നവരെല്ലാം പോയി കൊടുക്കട്ടെ. ഈ പാവപ്പെട്ട ഇറക്കൻ എന്തേലും തെറ്റിയിട്ട് അവനെ എല്ലാ പിള്ളേരും നോക്കുകയെടുക്കുകയും പിള്ളേരോട് പോവുകയെടുക്കുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും മേളോട്ട് വരത്തില്ല. ആയിരുന്നു ഇവൻ പറഞ്ഞു കൊടുത്ത പെണ്ണിനോട്, നീ ഇതൊന്ന് ഹിന്ദി ചെയ്തേരെ, നീ ആ മാധ്യമത്തിൽ ഒന്ന് ഹിന്ദി ചെയ്തേരെ, ബാക്കി ഞാൻ ചെയ്തോളാം. ഉടനെ അവൻ ആരോടും ആലോചിച്ചിട്ടില്ല. അവൻ ഏത് പട്ടിയോട് ആലോചിച്ച സതീശൻ ഈ കാലുമാറി ചെന്നിത്തലയോടോ വേണുഗോപാലിനോടോ അല്ലാതെ അവനൊന്ന് സണ്ണി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. സണ്ണി ഒരു വാർമെടുത്ത മനുഷ്യൻ. അവൻ നല്ല ഇന്നലെയാണ് അവൻ ഇത് ചെയ്യുന്ന കണ്ടോ മനോരമയ്ക്കകത്ത്. ഇന്നലെയാണ് നല്ല സ്ഫുടതയായിട്ട് പറയും. പക്ഷെ സണ്ണിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഓവർടേക്ക് ചെയ്തേക്കുവാണ് സതീശൻ. അവൻ ആരോടും ചോദിച്ചില്ല. അവന്റെ മനസ്സിൽ നിന്ന് പതുപോലെ വന്നപ്പോൾ അവനോട് എല്ലാവരും അവനെ കൈയടിക്കുന്നു. കാരണം ഇന്ന് അങ്ങനല്ലേ കൈയടിക്കുന്ന മനുഷ്യനാടാ. കോൺഗ്രസ്സുകാർ കൈയടിക്കോടാ,
അടി കൊണ്ട് പുറവും പൊട്ടി. ആ അടി അവന്റെ തലയിലായിരുന്നല്ലോ. ഈ പാവപ്പെട്ട പിള്ളേർ കിടന്നോണ്ട് ആ പിണറായിയുടെ വണ്ടി പോയ സമയത്ത് ആ കുഞ്ഞുങ്ങളെയൊക്കെ അടിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളുടെ നെഞ്ചത്ത് അടിക്കുന്ന പോലായിരുന്നു. അങ്ങനെ അടി കൊണ്ടാണ് ഈ സമക്ഷത്തെ നിർത്തി ഈ കോൺഗ്രസ്സുകാരെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവരിതൊന്നും അല്ല സാറേ. ഞങ്ങൾ 10-9 വയസ്സായ പെണ്ണ് അമ്മമാർക്ക് ഇത്രയും സങ്കടമുള്ളപ്പോ ഈ പെണ്ണിക്ക് സങ്കടമില്ലയോ? അവരെന്തടിയാ ഞങ്ങൾ അവന്റെ ആ ഇതിന്റെ സമയത്ത് ഓരോ ദിവസവും കാണുന്ന ഇത് വേറെ ഒന്നും കാണത്തില്ല. കൊച്ചുങ്ങളെ എന്തോ ഒരു അടിച്ച് കാര്യം എസ്എഫ്ഐക്കാരും പോലീസും അവന്റെ തെണ്ടി പിണറായിയുടെ ഒരു വലിയ കുറുവടിയുണ്ട്. പിള്ളേരെ അടിക്കുന്നു. അതിനെന്തെങ്കിലും ആക്ഷൻ എടുത്തോ? അവന്റെ കയ്യിലല്ല ഈ അവനുണ്ടല്ലോ ഈ ഇത്രയും നാളും ചെയ്തതിന്റെ ഈ സുധാകരൻ പറയുന്നവൻ അവൻ എത്ര എണ്ണത്തിനെ കൊന്നു, എത്ര എണ്ണത്തിനെ വെട്ടി, എത്ര എണ്ണത്തിനെ മറിച്ചിട്ടു. അങ്ങനെ അവൻ എല്ലാ എണ്ണങ്ങളും സുധാകരന്റെ കയ്യിലുണ്ട്. പാവത്തിനെ മാറ്റിയത് ഈ പെണ്ടിയെ മാറ്റണമായിരുന്നു. നമ്മുടെ ഈ കോൺഗ്രസ്സുകാർക്ക് അക്കലില്ലയോ എന്നാണ് നിങ്ങൾ ഓർക്കുന്നത്. അവനെ ഒരു ഇന്ത്യ കൂടിയിട്ട് ഉടനെ അവനോട് സുധാകരനെ മാറ്റാനൊക്കത്തില്ല. ഒരു ക്രിസ്ത്യാനിക്കും സുധാകരനോടും ഇതില്ല. കോൺഗ്രസ്സുകാർ ഉറച്ചു നിൽക്കുന്നവരായ എല്ലാം ഏത് സഭക്കാരാണേലും CSIക്കാരാണേലും മർത്തോമക്കാരാണേലും ജാക്കോബൈറ്റ്സ് ആണേലും ഓർത്തഡോക്സ് ആണേലും ഈ കത്തോലിക്കരാണേലും അവരാണെ വലിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അവരൊക്കെ ഇറങ്ങി നിന്ന് പറയുന്നില്ലല്ലോ. അവരുടെ ദീപിക പത്രത്തിനകത്ത് എന്തൊക്കെ എഴുതുന്നത്. അവരൊന്നും ആരും കോൺഗ്രസിനെതിരല്ല. പക്ഷെ എല്ലാവരും മുമ്പോട്ട് നിന്നിട്ട് പ്രോബ്ലം ഉണ്ടാക്കണമെന്നും കണ്ടാ സാറേ. ഇപ്പം നിങ്ങളുടെ ചാനലാണ് ഞങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ഏറ്റവും നിങ്ങളുടെ ചാനലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നും ചൊല്ലാൻ നിന്ന് പോകട്ടെ. കാരണം ഒരു നാളും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ കുടുംബത്തിനും എല്ലാം നല്ലതാകും. കാരണം ഈ പാവപ്പെട്ടവരോട് കൂട്ടത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് നല്ല. അല്ലാതെ നമ്മള് ഇത് തോന്നി കാടി ഔട്ടിക്കൊണ്ട് അവനെ അങ്ങനെ നല്ല യഥാർത്ഥ സത്യം സംസാരിക്കുന്നവൻ റിയലായിട്ട് ഞാൻ ഒരാൾക്ക് 3-4 ദിവസമായി ഞാൻ മറുനാടന്റെ കാണത്തില്ല. കാരണം മറുനാടനും അവിടെ ഇവിടെ ജേർണലിസ്റ്റിന്റെ കാണും. അവനും ഞാൻ ഫോൺ പേ ചെയ്യാൻ ഒരുങ്ങി. പക്ഷെ അവന് ബിസി. അവൻ പറഞ്ഞു വാട്സപ്പിൽ ഇതിനകത്ത് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ സംസാരിക്കാനും അവനും ഒരുപാട് ഫോൺ ചെയ്തോണ്ടിട്ട്. അതുപോലെ ഈശ്വർ രാഹുൽ ഈശ്വർ അവൻ കിടന്നോണ്ടങ്ങ് മത്സരിക്കുക. എങ്ങനെയും ഈ യൂത്തുകാരെ ഒന്ന് നന്നാകട്ടെ, ഈ ചെറുപ്പക്കാരനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി. ഇതൊന്നുമില്ല. ഇവ ഈ സതീശയൊന്നും കേൾക്കത്തില്ല സാറേ. ഒരുപാട് പ്രാവശ്യം ഇത് പ്ലേ ചെയ്യണം എന്നെങ്കിലും അവൻ കേൾക്കട്ടെ. ആ പെണ്ടിയുടെ വീട്ടുകാരും കേൾക്കട്ടെ. കോൺഗ്രസിന്റെ പിന്നോണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ ചതിക്കാനായിട്ട് അവൻ ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. മര്യാദ അല്ലെ അവന് മനുഷ്യർ കല്ല് എറിയും. അവൻ പ്രചരണത്തിന് ഇറങ്ങിച്ചതാല് പറവൂരിൽ നിന്ന് ഓരോ വോട്ട് കിട്ടത്തില്ലെന്ന് പറയാം. എളുപ്പം സുനിലിനെ രാഹുലിനെ എടുക്കാൻ പറയണം. ആ സെയിം പോസ്റ്റ് കൊടുക്കണം. അവനെ പാലക്കാട്ടോട്ട് വിടണം. ഒരു നല്ല അനൗൺസ് ചെയ്തിട്ട് ആൾക്കാർ കൂടിയിട്ട് ആൾക്കാരെ കൊണ്ട് പൊതിഞ്ഞ് കൊടുക്കണം. എന്തോ ചെയ്യും അവന്റെ പോസ്റ്ററാകെ പാലക്കാട്ടെ ആൾക്കാർ മൊത്തം ഷാജിയുടെ കൂടെയും രാഹുലിന്റെയും കൂടെ കോൺഗ്രസ്സുകാരാ. ഒരു പക്കാ കോൺഗ്രസ്സുകാരാ. ഇവരെല്ലാം തല കുത്തി മറിക്കുന്ന കൃഷ്ണകുമാരും മറ്റവരും മറിച്ചവരും എല്ലാം തലകുത്തി. എന്നാലും അവിടെ നിന്ന് അവന്മാർ ജയിക്കത്തില്ല. ഇവർ മാത്രമേ ജയിക്കത്തുള്ളൂ. ഷാഫിയെ തന്നെ വിടരുത്. കാരണം ഷാഫിക്ക് ഒന്നും പറ്റരുത്. കാരണം ഇവന്മാർക്ക് മഹാ കുശുംബ ഷാഫിയുടെ പേരില്. ഷാഫി ഒരു ഉയർന്ന നല്ലൊരു അവരെ ഇതിന് മറ്റേടത്തോട്ട് കിട്ടണം കണ്ടായാലും ഒന്നുമില്ല. കിട്ടേണ്ട സമയത്ത് അവർക്ക് കിട്ടിക്കോളും. പക്ഷേ അവന്റെ ഇന്നലെ സാറിന്റെ ഒരു അയക്കാത്ത കോഴിക്കോട്ടെ പ്രസംഗം രാഹുലിന്റെ ഞാൻ മൊത്തവും കേട്ടു. അയ്യോ, പ്രധാനമന്ത്രിമാർ എന്നിട്ടും ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. അവൻ ഓരോരുത്തരെയും എന്തോ ഇതിലവൻ സംസാരിച്ച് അവൻ ഡെലിഗേറ്റഡ്. അവൻ ഡൽഹിയിൽ നിന്നൊക്കെ ഇത് ചെയ്ത് വന്നവനെ. ഇവന്മാരെ പോലെ 4 അക്ഷരം അവിടെയൊക്കെ നിന്നു പഠിച്ചേച്ച് ഒരു ഇത് കിട്ടോണ്ട് വടി പോലുള്ള ക്ലൗത്ത് കിട്ടോണ്ട് അങ്ങോട്ട് വന്ന് നിന്നവനല്ല. അവനെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. അവൻ നല്ല കോളേജിൽ പഠിച്ച സ്റ്റീവൻ കോളേജിൽ പഠിച്ചിട്ട് വന്നവന്. അവന് നല്ലിതായിട്ടുള്ള അവരുടെ തന്തയും നല്ലിതായിരുന്നല്ലോ. അവര് നല്ലൊരു കുടുംബക്കാരാ, നല്ലൊരു വീട്ടുകാരാ. കുടുംബവും സ്വത്തും അല്ലല്ലോ നമുക്ക് കാര്യം. നല്ലൊരു മര്യാദക്കാര്. തള്ളയാണെങ്കിൽ വിധവ.
അവൾ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നത്. അതിന്റെ ഈ തെറ്റ് എന്തോ എത്ര നമ്മുടെ പിള്ളേരൊക്കെ എവിടെല്ലാം പോകുന്നു. നമ്മുടെ പിള്ളേരെ ഉടനെ നമ്മൾ മാറ്റിക്കളയുക, നല്ല മോനെ അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ കൂട്ടിയെടുക്കുക. കാരണം ഇപ്പോഴത്തെ കാലത്തെ ഓരോ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ ചെറുക്കൻ ഇവരോർത്ത് എന്തുവാ ഈ സതീശൻ ഓർത്ത് എല്ലാവരും ഒന്ന് കൈകൊട്ടും സതീശനെടുത്ത ഡിസിഷൻ. പെണ്ടി നിന്റെ മൂട് നിന്റെ കാലിരിക്കുന്നവർക്ക് മണ്ണളയിൽ പോയെന്ന് നിനക്ക് അറിയത്തില്ലയോ? നിന്റെ വീട്ടിലെ ഭാര്യ ഇത് കേൾക്കത്തില്ല. നിനക്കൊരു പെണ്ണോ കൊച്ചോ ഏതാണ്ടെന്നാ കേൾക്കുന്നേ, അത് കേൾക്കത്തില്ല. നിന്റെ തീയെ ഇത് കേൾക്കത്തില്ല. നീ എന്തോ തമാശത്തരം കാണിച്ചെന്ന് നിനക്കറിയത്തില്ലയോ? ഞങ്ങളെ പോലുള്ളവർ നിന്നെ തെറി വിളിച്ച് ഇതില്ലായിരുന്നു. ഞങ്ങളാരും ബാഡ്വേഡ് യൂസ് ചെയ്യുന്നവരല്ല. പക്ഷേ ഇവന്റെ ഈ പ്രവർത്തനത്തിന് ഭയങ്കര വിഷമമാണ് സാറേ. സാർ അതുകൊണ്ടാണ് സാറിന്റെ പ്രോഗ്രാം ചാനൽ എപ്പോഴും പ്ലേ ചെയ്യണം. കാരണം അനേകര് പ്രതികരിക്കാനുണ്ട്. ഇവന്റെ ചെവിക്കകത്തൊന്ന് കേൾക്കട്ടെ. ഇത് നിങ്ങൾക്ക് മാധ്യമം ഇതുണ്ടായിരുന്ന നിങ്ങൾ പേപ്പറിനകത്ത് എല്ലാവരുടെയും പേര് വെച്ചിട്ടാലും ഒന്നുമില്ല. ഞങ്ങളെ വെടിവെക്കുമോ? ഒന്നുമില്ല. പേപ്പറിനകത്തിട്ടിട്ട് ഓരോരുത്തരും വായിക്കണമായിരുന്നു. ഇന്നടത്തുനിന്ന് ഇത് വന്നു, ഇന്നടത്തുനിന്ന് ഇത് വന്നു, ഇന്നടത്തുനിന്ന്. നിങ്ങൾ അങ്ങനെ ഇതില്ലല്ലോ, നിങ്ങൾക്ക് ഇതില്ലല്ലോ. അതുകൊണ്ടാണ്. പക്ഷെ ഇതിലെപ്പോഴും പ്ലേ ചെയ്യണം. കാരണം നിങ്ങളുടെ പ്രോഗ്രാം കാണാത്ത ഒരു വേൾഡിലില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാനഡയിൽ ഫോൺ വരുന്നു, USA ഫോൺ വരുന്നു, ഫോറിൻ കൺട്രി ഇവിടുന്ന് എല്ലായിടത്തുനിന്നും ഫോൺ വരുന്നു. എല്ലാവരും എല്ലാവരോടും ചോദിക്കുന്നു. ചില പിള്ളേർക്കൊന്നും മലയാളം എഴുതാൻ വയ്യാത്തവർക്ക് ഞങ്ങളൊക്കെ ഈ നമ്പർ സാറിൻ്റെ നമ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് സെർച്ച് ചെയ്യുക, അതിനകത്തൊന്ന് വായിക്കും എന്നും പറഞ്ഞുകൊണ്ട്. കാരണം എല്ലാവർക്കും വിഷമമാണ്. അവർ രാഹുലിന്റെ പ്രായക്കാരിലെ മിക്ക 99% ആൾക്കാരും ഇപ്പോൾ ഉള്ളവര്. കാരണം മറ്റേ എല്ലാം വല്യമ്മമാരും ഞങ്ങളെപ്പോലുള്ളവരല്ലേ. അതുകൊണ്ട് ഈ പിള്ളേർക്ക് വലിയ ഇതാ. അതുമല്ല, ഉറച്ച കോൺഗ്രസ്സുകാർ ഒരിക്കലും വേറെ ചങ്ക് തകർന്നു പോയാലും ഏറുകൊണ്ടാലും തല്ലുകൊണ്ടാലും ഒരിക്കലും നമ്മൾ മാറിപ്പറയത്തില്ല. കുടുംബമായിട്ടുള്ളവരാ ഒരിക്കലും. അപ്പൂപ്പന്മാരുടെ സമയം തൊട്ട് കോൺഗ്രസ്സുകാർ മാറത്തില്ല. ആരും എന്തെങ്കിലും തരുന്നുണ്ട്. ഈ തെണ്ടി പിണറായിയുടെ മേടിച്ചാ സാറേ അവന്റെ മേടിക്ക് അവൻ നിൽക്കുമോ? അവന്റെ മേടിക്കാൻ പിണറായിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി തളർന്നു പോയവനെ കടലിട്ടാണ് പോയി. തോട്ടിലുമല്ല, ആറ്റിലുമല്ല, കടലിട്ടാണ് പോയി. ആറ്റിലുമല്ല, തോട്ടിലുമല്ല, ആറ്റിലുമല്ല, കടലിൽ അവൻ താൻ പോയി. അവനൊരു ജേട് പറയാനൊന്നുമില്ല. അതുപോലെ തന്നെ അവന്റെ മരുമോൻ, അവനും വായടച്ചിരിക്കുക. അവനും കുറെ തിന്നു. ഇവൻ കുറെ മൊത്തം കേരളത്തെ വിറ്റു നശിപ്പിച്ചു സാറേ. ടാക്സ് അടയ്ക്കുന്നവരുടെ കയ്യിൽ നെല്ലെ ഇവൻ മേടിച്ചു കളഞ്ഞു. കോടി. ആ ലുലുവിലെ മുസ്ലിം മനുഷ്യൻ ഒരുപാട് പൈസകളുണ്ട്. അവൻ കൊടുക്കുമെങ്കിലും നമ്മുടെ എല്ലാ സ്ഥലങ്ങളും വേണ്ടാതെ കിടക്കുന്ന അവന് കൊടുക്കുക, അവന്റെ ലുലു മാർക്കറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇവൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടായിട്ട് ഓടിയുള്ളവനാ. പക്ഷേ അയാൾ മര്യാദക്കാരൻ, അനേകം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും അയാളെ ഒന്നും പറയത്തില്ല. പക്ഷെ ഇവന് സപ്പോർട്ടാ. ഇങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം അയച്ചു കൊടുക്കുക. ഇപ്പൊ അവിടെ ഇവിടെ എല്ലാം അങ്ങനെ അയാൾ കേരളത്തില് ലുലു മാർക്കറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ അവൻ സഹായിക്കുന്നുണ്ട്. അവന് 5 കോടി കൊടുത്ത് സ്ഥലം മേടിക്കണ്ടേ ഇവനെ ചുമ്മാതെ കൊടുത്താൽ അവൻ 5 കോടി 10 കോടി ഇവന് കൊടുക്കും. അതുകൊണ്ടാണ് ദുബായിൽ അവൻ ഒരുപാട് പൈസ വാങ്ങിക്കുന്നുണ്ട്. അവന്റെ മോൻ അവിടെ വല്ല സ്ഥലത്ത് ജോലി ചെയ്യുന്നു. കാനഡയിലുണ്ട്. അതുകൊണ്ട് അവന്റെ എല്ലാ കേസ് നടക്കുന്നതൊക്കെ അവിടെ. അതുപോലെ അമേരിക്കയിലും ഉണ്ട്. അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊക്കെ വേണം. ഒന്ന് പോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് സാറേ എനിക്കറിയാം 1 കോടി രൂപ ആകും 2 ദിവസം കൊണ്ട്. 2 ദിവസം കൊണ്ട്. അവിടുന്ന് 50-30 വർഷമൊക്കെ ജോലി ചെയ്തവരുടെ ഡെലിവറിക്ക് വേണ്ടി ഓടിക്ക് ഇവിടെ വരും. എന്തിനാ? അവിടെ അങ്ങ് ഒരുപാട് ചാർജാണ്. ഒരുപാട്. ഇവൻ പോയി അവിടെ 10-15 ദിവസം താമസിച്ചിട്ട് എപ്പോഴും 10-17 ദിവസത്തിൽ അവിടെ ഇവിടെ എല്ലാം കറങ്ങിയിട്ട് വന്നു. ഇവന്റെ റബ്ബർ നോട്ട് ഇവനൊക്കെ നമുക്കൊക്കെ മറ്റുള്ളവരുടെ എടുത്ത് കഴിക്കുമ്പോൾ അറിയാം അത് നമുക്ക് ദഹിക്കത്തില്ല. ഇവനൊരു നാണവും മാനവും ഇല്ല. അവൻ അടങ്ങിയിരിക്കുമായിരുന്നു പോയിട്ട് വന്നേ. പിന്നെ അവനൊരു വേടൊന്നും പറഞ്ഞിട്ടില്ല. ഇവൻ കുട്ടിക്കൊക്കെ അവനെ കൊണ്ട് മാധ്യമങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു. അതിന് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ചു. പോലീസ് മേധാവിയെ കൊണ്ടും കേസെടുപ്പിച്ചു. എങ്ങനെയായാലും ഇവൻ കുത്തി പറഞ്ഞ ഇവൻ പറയും ഞാനല്ലെന്ന് പറഞ്ഞ ഉംഗ്ലി നീട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കറിയാം അവനാ പറഞ്ഞെന്നുള്ള കാര്യം. ഞങ്ങളെപ്പോലുള്ള അനേകർക്കറിയാം, റിയലായിട്ടുള്ളവർക്കറിയാം. അവൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവൻ പിണറായി വന്നത്. അല്ലെ പിണറായിക്ക് വരാൻ ഭയങ്കര ലക്ഷ്യാണ്. കാരണം അവൻ എങ്ങനെ ഇത് പറയും? അവന്റെ ഏതെങ്കിലും രാജീവ് പറഞ്ഞോ, രാജേഷ് പറഞ്ഞോ, 10-12 മന്ത്രിമാരുണ്ട്, ആരെങ്കിലും പറഞ്ഞോ? ഒള്ളി ഇവൾ മാത്രം, ബിന്ദു മാത്രം എന്ന് പറഞ്ഞു.
അവർക്ക് അക്ഷരം അറിയാവോ? അവിടെ വീടും ചിന്തിക്കാൻ നടക്കുന്നവർക്ക് തലയല്ലേ? അവൾക്കൊന്നും അറിയാൻ മേത്തവളെ ഇവൻ കയറ്റി വെച്ചിരിക്കും. അങ്ങനെയുള്ളവർ അല്ല. ഏതെങ്കിലും ഒരു മനുഷ്യർ വന്ന് പറഞ്ഞു. രാജേഷ് എപ്പോഴും പറയുന്നു, രാജേഷും പിണറായി സതീശനും കൂടെ കേൾപ്പിച്ചതാ. പറഞ്ഞതല്ല ചെയ്യേ, ഇതിപ്പോ ഉണ്ടല്ലോ ഒരു കംപ്ലൈന്റ്, ഞാൻ ചെയ്താൽ മാത്രം മതി, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കാവുന്നു. അവരെ മാനമുള്ളവരാണെങ്കിൽ നമ്മുടെ കോൺഗ്രസ്സുകാരെല്ലാം അവന്റെ ഇതിന് തിന്നാൻ പോട്ടെ. സുധാകരൻ തിന്നോ? വി സതീശൻ തിന്നാൻ പോകാവോ? ഇല്ല, തിന്നാൻ പോകരുത്. നിന്റെ പാകത്തിൽ സ്വർണം വെച്ചാലും നിനക്ക് വേണ്ടാത്തവർക്ക് നീ തിന്നാൻ പോകരുത്. മറ്റവരൊക്കെ നീകാരം അവരൊക്കെ പോട്ടെ, അവരൊക്കെ വേറെ ഇതിലാട്ട. അത് ഇതായിട്ട് പിണറായിയുടെ തിന്നാനായിട്ട് തെണ്ടി പോയി കൈയും കൊടുത്ത് സംസാരിച്ച് സുധാകരൻ പോകത്തില്ല അങ്ങനെയുള്ളവര്. കാരണം സുധാകരൻ ഫൈറ്റ് ചെയ്ത് കണ്ണൂർ പിടിച്ചടക്കി വെച്ചിട്ട് അവനിച്ചിരി പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ സുധാകരൻ അറിഞ്ഞ ഒരിക്കലും സാറേ രാഹുലിനെ മുക്കത്തില്ലായിരുന്നു. ഇവൻ അവനെ മുങ്ങാൻ പോയി തലമേളിലായിരുന്നവനെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി മാവേലി ഇതിനെ താഴ്ത്തി പോലെ. എന്തോ അസുരൻ ചെയ്തതുപോലെ തന്നല്ലേ അവൻ ചെയ്തത്. ഇവനൊരു പക്ക അസുരനല്ലേ. അസുരന്റെ കുടുംബം നശിച്ചു പോകും ഈ തോന്നിവാസം കണ്ട. ആയിരക്കണക്കിന് ആൾക്കാർ ഇവനെ പ്രാകുന്നുണ്ട് ഈ കാര്യത്തിൽ. റിയാക്റ്റീവ് റൈറ്റിനകത്തുള്ളത് വളരെ നല്ലൊരു കാര്യം. അതുകൊണ്ടല്ലേ ഞങ്ങളെപ്പോലുള്ള ഈ തോണി കിടക്കുന്നവർമാർക്കൊക്കെ ഇത് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ കിട്ടുമോ സംസാരിക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക്? അല്ലെങ്കിൽ ഇവന്റെയൊക്കെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമോ സാറേ? പോലീസ് കവചമായിട്ട് നിൽക്കുന്നത് കല്ലെടുത്ത് എറിഞ്ഞിട്ട് ജയിലിൽ പോയാലെന്താ സാറേ? അടി ഉണ്ടാലെന്താ സാറേ? ഈ കുഞ്ഞുങ്ങളെ അടിക്കുന്ന അവന്റെ പുറത്തെ അടി കണ്ടോ സാറ്? കണ്ടോ? നീ സാറിന്റെ കുഞ്ഞിനെയാന്നേ പറ്റുമോ? എന്റെ മോനെയാന്നേ ഞാൻ സഹിക്കുവോ? അയ്യോ, കവന്നടിച്ച് നമ്മൾ ഇത് ചെയ്യത്തില്ലേ? അവന്റെ പുറം കണ്ടായിട്ട് എന്തിക്ക് നാണമില്ലയോ? അതുപോലെ കോൺഗ്രസ്സുകാരി പെണ്ണുങ്ങളെ ഇനി ജീവിതത്തിൽ വരച്ചില്ല. അവൾമാർക്ക് ഒരു വോട്ട് ചെയ്യത്തില്ല. അവളുമാര് മാറിപ്പോയി. അവളുമാര് മിണ്ടായിരുന്നാ പോരായിരുന്നു. അവളുമാർ 3-4 ചെറുപ്പക്കാർത്തികള് എന്തുവാ അവർക്ക് അവരോർത്ത് എന്തുവാ സതീശന്റെ കൂടെ കൂടാൻ വേണ്ടി. അല്ലാതെ ന്യായമില്ല അവര് പറഞ്ഞു. അതിനകത്ത് സത്യം വിളിച്ചു പറയുന്നവർ അല്പം മാത്രമേ ഉള്ളൂ. അവരെ താഴ്ത്തുവാ സത്യക്കാര്. അതുപോലല്ല ഈ കോൺഗ്രസ് പെണ്ണുങ്ങള് ഈ സമയത്ത് നമ്മളൊന്നും പറയണ്ട. നമുക്ക് അവനെ വരുവോ പോവോ എന്തുവരും ചെയ്തോട്ടെ, നമ്മളൊന്നും പറയാനുണ്ട്. അവളുമാരിച്ചോട്ട് വന്നിട്ട് മാധ്യമങ്ങളുടെ മതി അവനെ വിടണം അവനെ വിടണം. നീ നിന്നെയൊക്കെ കല്യാണം കഴിച്ച് നിന്റെ മക്കളും ഭർത്താവും ഇല്ലേടി? നിന്റെ ഭർത്താവ് കണ്ടവരുടെ കൂടെ പോയൊന്ന് ഓർക്കണം. നീ എത്ര പേരുടെ കൂടെ പോയി കാണും? നിനക്കൊക്കെ നാണമില്ലേ? ഞങ്ങളെ പോലുള്ള 80 വയസ്സുള്ളവര് സംസാരിക്കണമെന്നൊക്കെ കേട്ടടി. നീയൊക്കെ അവനെ ഒറ്റിക്കൊടുക്കുന്നോടനെ നിന്റെ മകൻ പോയിട്ടില്ലേടി? നീ ചെറുപ്പക്കാരികളാണെങ്കിലും നിന്റെയൊക്കെ ഈ പറഞ്ഞവളുമാരുടെ എല്ലാം മക്കളുണ്ടാകും ഇല്ലെങ്കിലും എല്ലാം കണ്ണപാനം പോകും. അതുപോലെ ഉമ്മാച്ചിക്ക് മക്കളില്ലേ? ഇവർക്ക് 2 ആൺപിള്ളേരുണ്ടല്ലോ ഉമ്മയ്ക്ക്. ഉമ്മയുടെ ഭർത്താവിനെ നശിപ്പിച്ചതാരാ? ഇത്രയൊരു സത്യസന്ധനായ മനുഷ്യനെ. അതുപോലെ തന്നെ വിഷ്ണു ഈ കൃഷ്ണ അവൾ എത്ര ഘട്ടം നിന്നെ തോറ്റുപോയില്ലേ? അവർക്ക് എടുത്തുപോയി. ഇനിയിപ്പോ ഒരിക്കലും ഇവളുമാരെ ഒന്നും ഇട്ടത്. അതിനകത്ത് ആ കോൺഗ്രസ്സുകാരി ആ ചെറുപ്പക്കാരികളും അസത്യങ്ങള് അവളുമാര് രാഹുലിനെ കുറ്റം പറയുന്നു. പാവൻ ചെറുക്കൻ പെണ്ണിന്റെ കൂടെ പറഞ്ഞ് പോട്ട് അവനെന്താ അവന്റെ ജോലി നല്ലവണ്ണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണുങ്ങൾ പോകും പെണ്ണുങ്ങളുടെ കൂടെ. പെണ്ണുങ്ങളാ മര്യാദയ്ക്ക് നിൽക്കേണ്ടത്. രാഹുൽ പോയി പെണ്ണുങ്ങളുടെ കൂടെ പോയപ്പോട്ടെ. അവൻ കൊച്ചുണ്ടെങ്കിൽ അവൻ നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ ഒറ്റപ്പെടുത്തായിരുന്നാ പോരായിരുന്നോ? അവൻ അവരവരുടെ കാര്യങ്ങൾ നോക്കത്തില്ലേ? നിന്റെ മക്കൾ പോകത്തില്ലേ? ഉസ്മാന്റെ മക്കൾ പോകത്തില്ലേ? ഉമ്മയുടെ മക്കൾ എത്ര പേരുടെ പോയി കാണും? കൃഷ്ണയ്ക്ക് മക്കളുണ്ടോ? അവളുമാര് പോയി കാണത്തില്ലേ? പോയിട്ട് ചെയ്ത് വരുവോ? നല്ലതായിട്ട് കോൺഗ്രസിന് അനിയതായിരുന്നു എന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ ഇപ്രാവശ്യം കോൺഗ്രസ് ജയിച്ചു കാണണേ. മലബാർ ജയിച്ചപ്പോഴത്തേക്കും പാലക്കാട് ജയിച്ചപ്പോഴത്തേക്കും വടകര ജയിച്ചപ്പോഴത്തേക്കും എല്ലാം സന്തോഷിച്ചു എല്ലാവരും. ദൈവമേ ആട്ടെ നിങ്ങൾ ജയിച്ചു വരുന്നല്ലോ ഈ കാലന്റെ കയ്യിൽ നിന്ന്, ഈ തെണ്ടിക്കാലന്റെ കയ്യിൽ നിന്ന്, അവന്റെ പാർട്ടിക്കാരെ മാത്രം നോക്കുന്നവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കാണുമല്ലോ. അവനെ നോക്ക അവനെ നോക്ക. തെണ്ടി സതീശ, നീ കോൺഗ്രസിന്റെ ഇന്നോണ്ട് നിന്റെ ഭവനവും രക്ഷപ്പെട്ടോണ്ട് നീ പിണറായിയുടെ കൂടെ നിന്നല്ലേ? നിനക്ക് ദൈവം നല്ല ശിക്ഷ തരും. ഞങ്ങളെ പോലുള്ളവര് നിന്നെ രക്ഷാക്കത്തില്ല കേട്ടോ. നീ പ്രചാരണത്തിന് വാ. സിഗരറ്റി ചൂലുമൊക്കെ പെണ്ണുങ്ങൾ അടിക്കും, അല്ലെ കല്ലറിയും നിന്നെ. നീ പ്രചാരണത്തിന് വന്നാൽ കോൺഗ്രസ് തോറ്റു പോകും. അതുപോലെ നീ പറവൂരി നിൽക്കുന്നല്ലോ. ഇവൻ രാഹുലിന്റെ എത്രയും വേഗം എടുത്ത് അവനെല്ലാ പോസ്റ്റും കൊടുക്കണം. പോലീസിനെ ഇരിയിട്ട് അവനെ പാലക്കാടേക്ക് വിടണം. അവിടെ സുരക്ഷ ഒരുക്കണം. അതിനുള്ള സാമഗ്രികളൊക്കെ പോലീസ് ചെയ്തോളും.
നമ്മളിപ്പോ അവനൊരു എം എൽ എ, അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. അഥവാ ചെയ്താലും നോക്കാം നേരം.